അതുകൊണ്ട് മറ്റൊരു ചെറിയ ചിന്തയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുവാനായി പരിശുദ്ധാത്മാവിൽ താല്പര്യപ്പെടുന്നത്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള ചില ക്ലാസ്സുകൾ ഞാൻ നമ്മുടെ സഭയുടെ ആരംഭഘട്ടത്തിൽ എടുത്തു എന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം, അതിൻ്റെ കുറച്ച് പെൻഡിങ്ങുകളുണ്ട്, അത് നമുക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ നാമങ്ങൾ എന്നുള്ളൊരു ചിന്തയാണ്. യേശു കർത്താവിന് ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ചില നാമങ്ങൾ, അതിശയകരമായ ചില നാമങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പുതിയ നിയമത്തിൽ കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് പല സംബോധനകൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദാവീദിന്റെ പുത്രൻ, അല്ലേ? ദാവീദിന്റെ പുത്രൻ യേശു കർത്താവിനെ കുറിച്ചുള്ള ഒരു സംബോധനയാണ്. ദാവീദിന്റെ പുത്രനായ യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിച്ച് നിലവിളിച്ചതാരാ? കുരുടന്റെ പേരെന്തുവാ? തിമായുടെ മകനായ ബർത്തിമായി, അല്ലെ? ബർത്തിമായിയാണ് ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് കർത്താവിനോട് നിലവിളിച്ച് പറയുന്നത്. കനാന്യ സ്ത്രീ ദാവീദ് പുത്ര എന്ന് വിളിക്കുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ. ആ ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു വരുവാൻ സമയമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. 1/2 മണിക്കൂർ സമയത്തിനുള്ളിൽ ചില ചിന്തകൾ മാത്രം ചിന്തിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായി പരിശുദ്ധാത്മാവിൽ താല്പര്യപ്പെടുന്നു. ദാവീദിന്റെ പുത്രനായി കർത്താവിനെ അറിയപ്പെടുവാൻ കാരണം ജഡം സംബന്ധിച്ച് അവൻ ദാവീദിന്റെ വംശത്തിൽ പിറന്നവനായതുകൊണ്ടാണ് അവൻ ദാവീദ് പുത്രൻ എന്നറിയപ്പെടുന്നത്. പക്ഷെ ഈ വെളിപ്പാട് എല്ലാവർക്കും ഇല്ലായിരുന്നു, അല്ലെ? യേശു കർത്താവിനോട് കൂടെ നടന്ന പല ശിഷ്യന്മാർക്ക് പോലും ഇല്ലാതിരുന്ന ഒരു വെളിപ്പാട്, അല്ലെ? കുരുടനായിരിക്കുന്ന, വർഷങ്ങളായി എന്താ പറയുന്നത്, ഭിക്ഷയാചിക്കുന്ന ഒരു മനുഷ്യന് അവന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് കടന്നു പോകുന്നു എന്നറിയുമ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു വെളിപ്പാടാണ്. അവൻ സാക്ഷാൽ ദാവീദ് പുത്രനാണ്, അല്ലെ? ഇവൻ ദാവീദ് പുത്രനാണെന്നുള്ള ഒരു വെളിപ്പാട്. ആരും സംബോധന ചെയ്യാത്ത ഒരു പദം ബർത്തിമായുടെ വായിൽ നിന്ന് പുറപ്പെടുവാനായിട്ടിടയായി നമുക്ക് കാണാൻ കഴിയും. കനാനി സ്ത്രീയും കർത്താവിനെ കാണുമ്പോൾ ദാവീദ് പുത്രൻ എന്നുള്ള സംബോധന നൽകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ വംശത്തിൽ പിറന്നവനായിരുന്നു ദാവീദ് പുത്രനായ യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്ന എങ്ങനെയാണ്? മത്തായിയുടെ സുവിശേഷം പുതിയ നിയമത്തിലെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്ന എങ്ങനെയാണ്? അബ്രഹാമിന്റെ പുത്രനായ. അപ്പൊ അബ്രഹാമിനെ ഒന്ന് പരിചയപ്പെടുത്തുക. യേശു കർത്താവിനെ പുതിയ നിയമത്തിൽ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അബ്രഹാമിനെ പരിചയപ്പെടുത്തുന്നു, അല്ലെ? അബ്രഹാമിൽ നിന്നാണ് ദൈവത്തിന്റെ ജാതിയുടെ തുടക്കം. അതായത് ദൈവം സംസാരിക്കുന്ന ആദ്യ വ്യക്തി അബ്രഹാം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലെ? ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സംസാരിക്കുന്നുണ്ട്. ദൈവം അടുത്തിടപഴകുന്ന വ്യക്തികളിൽ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന നിലവാരത്തിലേക്കൊക്കെ വളർന്നു വരുവാൻ കഴിഞ്ഞ ഒരു വ്യക്തി അബ്രഹാം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അല്ലെ? അബ്രഹാമിന്റെ പുറപ്പെടൽ നമുക്കറിയാം, അല്ലെ? ഊരിന്റെ പട്ടണത്തിൽ നിന്നും, അല്ലെ, വിഗ്രഹങ്ങളെ സേവിച്ച ഒരു വലിയ ജാതിയുടെ നടുവിൽ നിന്നും തേജോമയനായ ദൈവത്തെ കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ വെളിപ്പാട് അകത്തുണ്ടാകുകയും അങ്ങനെ പുറപ്പെടുകയും ചെയ്യുന്ന അബ്രഹാമിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ മോശയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. മോശയിൽ കൂടെ ഒരു ജനം തന്നെ പുറത്തു വരുന്നു, അല്ലെ? അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്ന അല്ലെങ്കിൽ അബ്രഹാമിന്റെ വംശത്തിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു ജാതി മിസ്രൈമിന്റെ അടിമത്തത്തിലായിരുന്നു, അല്ലെ? 400 സംവത്സരങ്ങൾ. ആ 400 സംവത്സരങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് ഒരു മനുഷ്യനെ പുറപ്പെടുവിക്കുന്നു. മോശ എന്ന അദ്ദേഹത്തിന്റെ പേര്, അല്ലെ? മോശയിൽ കൂടി ഒരു വലിയ ജനം പുറത്തു വരുന്നു, അല്ലെ? അതിനു മുമ്പായി യാക്കോബ്, ഇസ്രായേൽ എന്നുള്ള പേര് യാക്കോബിന് ലഭിക്കുന്നത് കാണാൻ കഴിയുന്നു. യാക്കോബിന്റെ സന്തതി പരമ്പരകൾ യാവോക്ക് കടവിൽ വെച്ച് യാക്കോബിന്റെ പേര് ഇസ്രായേൽ എന്നായി മാറുകയും ഇസ്രായേലിന്റെ സന്തതി പരമ്പരകൾ അടിമത്തത്തിൽ പോവുകയും പിന്നീട് മോശയാൽ പുറപ്പെട്ടു വരികയും ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്. യഹൂദ ഗോത്രത്തിൽ, അല്ലെ? ഇസ്രായേലിന്റെ ഗോത്രങ്ങളിൽപ്പെട്ട 12 ഗോത്രങ്ങളിൽപ്പെട്ട യഹൂദ ഗോത്രത്തിൽ നിന്നാണ് ആര് ജനിക്കുന്നത്? യേശു കർത്താവ് ജനിക്കുന്നത്. യഹൂദ ഗോത്രത്തിലെ ഇശായിയുടെ മകനായിരുന്നു ആര്? ദാവീദ്. അപ്പോൾ ദാവീദിന്റെ വംശ പാരമ്പര്യത്തിലാണ് യേശു കർത്താവ് ജനിക്കുന്നത്. അതുകൊണ്ട് ജഡം സംബന്ധിച്ച് അവൻ ദാവീദിന്റെ പുത്രനാണ്. വംശ പാരമ്പര്യം സംബന്ധിച്ച് അവൻ ആരാകുന്നു? യേശു കർത്താവ് ദാവീദിന്റെ പുത്രനാകുന്നു. യേശു കർത്താവിനെ കുറിച്ച് മറ്റ് ചില പദപ്രയോഗങ്ങളും കൂടെ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്ത്രീയുടെ സന്തതി, അല്ലെ? പരിചയമുള്ള ഭാഗമാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിപ്പെട്ട ആദ്യ ദൈവത്തിന്റെ പ്രവചന ശബ്ദമാകുന്നത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അപ്പം സ്ത്രീയുടെ സന്തതി എന്നുള്ളൊരു പദവും കർത്താവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അബ്രഹാമിന്റെ സന്തതി,
അല്ലെ? അബ്രഹാമിന്റെ സന്തതി എന്നുള്ള ഒരു പദം യേശു കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോന്നായി പതിയെ ചിന്തിക്കാം. കുറെ വേദഭാഗങ്ങൾ എനിക്കാണ്ട് വായിക്കേണ്ടി വരും. 20-25 മിനിറ്റിനകത്ത് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്ത്രീയുടെ സന്തതി എന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം ഗലാത്യർ പുസ്തകത്തിലാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. ഗലാത്യർ 4-ാം അധ്യായം 4 മുതൽ 5 വരെ. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചു. കാലസമ്പൂർണ്ണത വന്നപ്പോൾ അബ്രഹാമിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു, മോശയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു, വിശുദ്ധന്മാരുടെ പഴയ നിയമ അഭിഷക്തന്മാരുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലൊന്നും വെളിപ്പെടാതെ ദൈവത്തിന്റെ പദ്ധതിയുടെ സമയമായപ്പോൾ ദൈവത്തിന്റെ ഇച്ഛ നടപ്പിലാകപ്പെടേണ്ടതിനായി കാലസമ്പൂർണതയിൽ ആര് ജനിക്കുകയാണ്? കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴേ ജനിച്ചവനായി. ന്യായപ്രമാണ കാലഘട്ടത്തിലാണ് യേശു കർത്താവ് ജനിക്കുന്നത്. യേശു കർത്താവിനെ പരിച്ഛേദന കഴിക്കാനായി കൊണ്ടുപോകുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ന്യായപ്രമാണ കാലഘട്ടത്തിലാണ് കർത്താവ് ജനിക്കുന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി അവൻ ജനിക്കപ്പെടുന്നു. സ്ത്രീയുടെ സന്തതി എന്നുള്ള പദം ഗലാത്യ ലേഖനത്തിൽ കാണാൻ കഴിയുന്നു. വായിച്ചല്ല ഭാഗങ്ങളുടെ ന്യായപ്രമാണത്തിന്റെ സമയത്ത് കർത്താവ് എന്തിനാണ് ജനിക്കുവാനിടയായത് എന്നുള്ള പദമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ കീഴെ ആ കർത്താവിനെ കൊണ്ടുവന്നതിന് ശേഷം അവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തെ നീക്കുവാനല്ല കർത്താവ് വന്നത്, പക്ഷെ ന്യായപ്രമാണത്തെ ഉറപ്പിക്കേണ്ടതിനും ന്യായപ്രമാണ കാലഘട്ടത്തിൽ കർത്താവ് വന്നതിന് ശേഷം ന്യായപ്രമാണത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി പുത്രത്വം, മകൻ എന്ന പദവി, മകൾ എന്ന പദവിയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവരാനായിട്ടാണ് ന്യായപ്രമാണ കാലഘട്ടത്തിൽ കർത്താവ് ജനിക്കപ്പെട്ടത്. പക്ഷേ സ്ത്രീയുടെ സന്തതിയായി അവൻ ജനിച്ചു എന്ന് ഗലാത്യ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അബ്രഹാമിന്റെ സന്തതി എന്നുള്ള പദപ്രയോഗം കർത്താവിനെ കുറിച്ച് കാണാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ന്റെ 12-ാമത്തെ വാക്യം. വേഗത്തിൽ ചില വാക്യങ്ങൾ വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 21-ന്റെ 12. അബ്രഹാമിന്റെ സന്തതി. ദൈവം അബ്രഹാമിനോട് ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അരിഷ്ടം തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്കാം. ഇസ്ഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നു. ഇസ്ഹാക്കിൽ നിന്നുള്ള വംശപാരമ്പര്യം, ഇസ്ഹാക്കിൽ നിന്നുള്ള സന്തതിയാണ് സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പൊ അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിൽ നിന്ന് പുറപ്പെട്ട ഒരു വംശപാരമ്പര്യം കർത്താവിനുണ്ടായിരുന്നതുകൊണ്ടാണ് അബ്രഹാമിന്റെ സന്തതി എന്ന് അറിയപ്പെടുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലും അതേ പദം നമുക്ക് കാണാൻ കഴിയുന്നു. ഗലാത്യർ 3-ന്റെ 16-ാമത്തെ വാക്യം. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. ഈ ഭാഗം ഒന്ന് ശ്രദ്ധയോടെ വായിച്ചോണം. വാഗ്ദത്തം ലഭിച്ചത് ആരാ? അബ്രഹാമിനും അവന്റെ സന്തതിക്കുമാണ് വാഗ്ദത്തം ലഭിച്ചത്. സന്തതിക്കും എന്നുള്ള പദം എഴുതിയിരിക്കുന്നത് അല്ലെ? സന്തതികൾ അല്ലെ? ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽ പോലെ നിനക്ക് സന്തതികൾ ഉണ്ടാകുമെന്നാണ് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത്. പക്ഷെ ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്ന അബ്രഹാമിനും അവന്റെ സന്തതിക്കും സിംഗുലർ മീനിങ് ആണ് അവിടെ കൊടുക്കുന്നത്. പ്ലൂറൽ അല്ല കൊടുക്കുന്നത്, സിംഗുലർ ആണ്. സന്തതിക്ക്, ഒരാൾക്ക് എന്നുള്ളതാണ് കൊടുക്കുന്നത്. സന്തതിക്കുമാണ് വാഗ്ദത്തങ്ങൾ ലഭിച്ചത്. വായിച്ചോട്ടെ. വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്നു. സന്തതികൾ നിന്ന് അനേകരെ കുറിച്ചല്ല. ഇസ്ഹാക്ക് മുതൽ അബ്രഹാമിന്റെ സന്തതി പാരമ്പര്യം ഇങ്ങോട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഈ സന്തതികളെ കുറിച്ചല്ല വാഗ്ദത്തം കർത്താവ് പറഞ്ഞത് അല്ലെ? ആരെ കുറിച്ചാണ്? ഏകനെ കുറിച്ചത്രേ പറഞ്ഞത്. അത് ക്രിസ്തുവാണ്. അപ്പൊ അബ്രഹാമിന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ക്രിസ്തുയേശുവിൽ നമുക്ക് വരേണ്ടതിന് അല്ലെ? ജാതികൾക്ക് വരേണ്ടതിന്. അപ്പൊ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം യേശു ക്രിസ്തു എന്നുള്ള വാഗ്ദത്തമായിരുന്നു അല്ലെ? ആ വാഗ്ദത്തം അബ്രഹാമിന്റെ സന്തതി തലമുറകൾക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല. ഏകനായിരുന്ന ഒരേ സന്തതിയായിരുന്ന ക്രിസ്തുവിന് വേണ്ടിയുള്ളതായിരുന്നു അല്ലെ?
അപ്പോൾ ആ സന്തതിക്കും എന്നുള്ള പദം അതുകൊണ്ടാണ് അവിടെ. അപ്പോൾ അവൻ അബ്രഹാമിന്റെ സന്തതി എന്നും യേശു കർത്താവിനെ കുറിച്ച് അറിയപ്പെടുന്നുണ്ട്. നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത് സ്ത്രീയുടെ സന്തതിയെ കുറിച്ച് ചിന്തിക്കാനുണ്ട്, അബ്രഹാമിന്റെ സന്തതിയെ കുറിച്ച് ചിന്തിക്കാനുണ്ട്. ഇന്നും നമ്മുടെ മുമ്പിൽ സമയമില്ല. ദാവീദിന്റെ സന്തതി എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് പോകാം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5, 6, 7 വാക്യങ്ങൾ വായിച്ചാൽ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും, അപ്പം ജഡപ്രകാരം ജനിച്ചത് ദാവീദിന്റെ വംശപാരമ്പര്യത്തിലാണ്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിക്കുകയും, പക്ഷെ ജഡം സംബന്ധിച്ച് ഒരു വംശപാരമ്പര്യത്തിലാണ് കർത്താവ് ജനിച്ചതെങ്കിലും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും, അപ്പൊ മരിച്ച് അടക്കപ്പെട്ട് ദൈവശക്തിയാൽ എഴുന്നേറ്റവൻ അല്ലേ? ദൈവശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തോലത്വവും പ്രാപിച്ചു. അപ്പൊ ഞങ്ങൾ കൃപയും അപ്പോസ്തോലത്വവും പ്രാപിച്ചത് ആരിൽ നിന്നാണ്? ജഡം സംബന്ധിച്ച് ജനിച്ചവനാണ്, ദാവീദിന്റെ വംശപാരമ്പര്യത്തിൽ ജനിച്ചവനാണ്. പക്ഷെ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവരെന്ത് ചെയ്തു? ദൈവപുത്രൻ ശക്തിയോടെ നിർണയിച്ചു. എങ്ങനെ അത് നിർണയിക്കപ്പെട്ടത്? അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ദാവീദിന്റെയോ അബ്രഹാമിന്റെയോ സന്തതി പരമ്പരകളിൽ ആരും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഹല്ലേലൂയ. ദൈവപുത്രൻ ശക്തിയോടെ നിർണയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ക്രിസ്തുവോ അവൻ മരിച്ചടക്കപ്പെട്ട് ശക്തിയോടെ അവൻ മരണത്തെ ജയിച്ച് എഴുന്നേറ്റു. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ അവൻ നിർണയിക്കപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. 2 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 13, 16 വാക്യങ്ങൾ വായിക്കാം. 2 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെ. അവൻ എന്റെ നാമത്തിൽ ഒരാലയം പണിയും, ഞാൻ അവന്റെ രാജത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടി കൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കിൽ നിന്ന് ഞാൻ എന്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുൻപാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. കർത്താവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനയാണ് പറയുന്നത്. ദാവീദിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്ന ഒരു സിംഹാസനമായി മാറും. ദാവീദ് മരിച്ചു, അടക്കപ്പെട്ടു. ഹല്ലേലൂയ. ദാവീദ് കഴിഞ്ഞ് അനവധി വ്യക്തികൾ കടന്നു വന്നു, അല്ലെ? ശലോമോൻ, അങ്ങനെ പല വ്യക്തികൾ കടന്നു വന്നെങ്കിലും അവന്റെ സിംഹാസനം ഒരിക്കലും മാറിപ്പോകുന്നില്ല. കാരണം ക്രിസ്തുവാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുവാൻ പോകുന്ന വ്യക്തി. ആ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നതായിരിക്കും. ഇപ്പോൾ ശൗലിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, അല്ലെ? ശൗല് 7-ാം അധ്യായത്തിന്റെ 2 ശമൂവേൽ ശൗലിനെ നീക്കിയതുപോലെ, അല്ലെ? ശൗലിൽ നിന്ന് ദയ നീക്കിയതുപോലെ ആ അവങ്കൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. ആ അവന്റെ രാജത്വത്തിന്റെ സിംഹാസനം സ്ഥിരമായിരിക്കും. അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. ശൗലിങ്കിൽ നിന്ന് ഞാൻ എന്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ദാവീദ് മരിച്ചു, അടക്കപ്പെട്ടു. അവന്റെ കല്ലറ നമ്മളുടെ ഇടയിൽ ഉണ്ടല്ലോ എന്ന് അപ്പോസ്തലനായ പത്രോസ് പ്രസ്താവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ദാവീദ് അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഇസ്രായേൽ ജനങ്ങളുടെ മധ്യേ, യഹൂദന്മാരുടെ മധ്യേ വളരെ മാന്യനായ, അംഗീകരിക്കപ്പെട്ട, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നത് കൊണ്ട് ദാവീദിനെ കുറിച്ച് പത്രോസ് പരാമർശിക്കുമ്പോൾ പറയുന്നുണ്ട്, അവന്റെ കല്ലറ ഇവിടെ ഉണ്ട്, അവൻ അടക്കപ്പെട്ടു, അല്ലെ? എന്നാൽ അവന്റെ വംശപാരമ്പര്യത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നവൻ, ദാവീദിന്റെ സന്തതിയായി ജഡത്തിൽ വെളിപ്പെട്ടവന് മരണമില്ലായിരുന്നു. അവൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ശക്തിയോടെ ദൈവപുത്രനെന്ന് നിർണയിക്കപ്പെടുവാനിടയായി. അവന്റെ രാജത്വത്തിന് മാറ്റമില്ല.
ദാവീദിന്റെ സിംഹാസനത്തിൽ നിന്ന് തുടങ്ങിയ രാജത്വമാണ്. ആ രാജത്വത്തിന് ഒരിക്കലും മാറ്റമില്ല. ഇന്ന് മാറ്റമുണ്ടോ? ഇപ്പൊ മാറ്റമുണ്ടോ? ഇപ്പോഴും മാറ്റമില്ല. കർത്താവ് അവന്റെ സിംഹാസനത്തിൽ ഭരിച്ചു കൊണ്ടിരിക്കുന്നു. ആ രാജത്വം ഇപ്പോഴും സ്ഥിരമായി കൊണ്ടിരിക്കുന്നു. മനസ്സിലാകുന്നു ഞാൻ കരുതുന്നു അല്ലെ? ദാവീദിന്റെ സിംഹാസനം, ദാവീദ് മരിച്ചു, അടക്കപ്പെട്ടു, അടുത്ത തലമുറകളൊക്കെ വന്നു. പക്ഷെങ്കിൽ സിംഹാസനത്തിന് മാറ്റമുണ്ടോ? ഇപ്പോഴും ദാവീദിന്റെ സിംഹാസനത്തിൽ ആരിപ്പുണ്ട്? യേശു കർത്താവ് ഇരിപ്പുണ്ട്. അതെങ്ങനെയാ യേശു കർത്താവിന് കഴിഞ്ഞത്? അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, ദൈവപുത്രൻ നിർണയിക്കപ്പെട്ടത് കൊണ്ട് ആ രാജത്വം. അപ്പൊ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ശമൂവേലിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ആ രാജത്വത്തിന് അവസാനമില്ല. പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 29 മുതൽ 32 വരെ വാക്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഭാഗമാണ്. പത്രോസ് പരാമർശിക്കുന്ന ഭാഗമാണ്. ഒന്ന് വായിച്ചോട്ടെ. 2:29 മുതൽ 32 വരെ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് ഇത് ആരോട് സംസാരിക്കുന്ന ഭാഗമാണ്? ഇസ്രായേൽ പുരുഷന്മാരോട് ആദ്യമായി പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞതിനു ശേഷം 12 പേരോട് കൂടെ നിന്ന് സംസാരിക്കുന്ന ഭാഗമാണ്. അപ്പൊ ഇസ്രായേൽ പുരുഷന്മാരുടെ ഇടയിൽ ദാവീദിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും അവൻ ഗോത്രപിതാവെന്നുള്ള ചിന്തയുമുണ്ട്. ഒരു വലിയ ക്യാരക്ടറാണ് അവരെ സംബന്ധിച്ച് ദാവീദ്. അവരോട് പറയണം, നിങ്ങളുടെ ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അവൻ മരിച്ചു അടക്കപ്പെട്ടു അല്ലേ? കാരണം എന്താ? എന്തുകൊണ്ട് ധൈര്യമായി പറയാം? അവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെന്ന് ഉറപ്പാ അല്ലെ? ഹൃദയപ്രകാരമുള്ള, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു അല്ലെ? ഗോത്രപിതാവായിരുന്നു. പക്ഷെ ഉയർത്തെഴുന്നേറ്റോ? ഇല്ല. കാരണം എന്താ? താഴെ എഴുതിയിട്ടുണ്ട്, അവന്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ എത്ര നല്ല ഗോത്രപിതാവായിരുന്നാലും, എത്ര നല്ല രാജാവായിരുന്നാലും അല്ലെ, അവൻ അടക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവന്റെ കല്ലറ നമ്മുടെ ഇടയിലുള്ളതുകൊണ്ട് അവൻ മരിച്ചു നമുക്ക് ഷുവറായിട്ട് പറയാം. പക്ഷെ അടുത്ത പദം ശ്രദ്ധിക്കുക. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ, ദാവീദ് രാജാവ് മാത്രമല്ലായിരുന്നു, സങ്കീർത്തനക്കാരൻ മാത്രമല്ലായിരുന്നു, അവൻ പ്രവാചകനും കൂടെ ആയിരുന്നു. അവൻ പ്രവാചകനായിരുന്നുകൊണ്ട് അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്നും കണ്ടോ, അവന്റെ വംശപാരമ്പര്യത്തിനകത്ത് നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തും. ശലോമോനായിരുന്നോ? അത് അല്ല അല്ലേ? ഏതെങ്കിലും ദാവീദിന്റെ തലമുറകളായിരുന്നോ? അല്ല. ഹല്ലേലൂയ. പ്രവാചകനായ ദാവീദിൽ കൂടെ വെളിപ്പെട്ട അവന്റെ കടിപ്രദേശത്തിൽ നിന്ന് ഒരുത്തനെ അതിന്റെ ഫലത്തിൽ നിന്ന് അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് പരിശുദ്ധാത്മാവ് അവനിൽ കൂടെ പ്രവചിച്ചിരുന്നു. അത് ആരാണ്? വായിച്ചോട്ടെ. എങ്ങനെയാ അവൻ പ്രവചിച്ചത്? നമുക്കറിയാം, സംഘത്തിന്റെ ഭാഗം അറിയാം. അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. വായിച്ചോട്ടെ. ജഡം ദ്രവത്വം കണ്ടില്ല. യേശു കർത്താവിനെ പാതാളത്തിൽ ദൈവം വിട്ടുകൊടുത്തില്ല. അബ്രഹാം മുതൽ സകല രാജാക്കന്മാരും മരിച്ചു. അവരുടെ കല്ലറകളിൽ അവർ അടക്കപ്പെട്ടു. ഗോത്രപിതാവായ അബ്രഹാം മരിച്ചു, തലമുറകളെല്ലാം മരിച്ചു. പക്ഷെ പ്രവചനത്തിൽ ഹല്ലേലൂയ ഒരുവനെ കുറിച്ച് തന്റെ വംശപാരമ്പര്യത്തിൽ, തന്റെ ജനത്തിൽ വെളിപ്പെടുന്ന ഹല്ലേലൂയ ഒരുവന് മരണം സംഭവിക്കത്തില്ല എന്ന്. ഒരുവന് പല തലമുറകളുണ്ടായി അല്ലെ? പല തലമുറകളുണ്ടായി. പക്ഷെ ഒരുവന് മരണം സംഭവിക്കത്തില്ല. അവന്റെ ജഡം അഴുകത്തില്ല. അവൻ പാതാളത്തിലേക്ക് പോകത്തില്ല. ഹല്ലേലൂയ. അവന്റെ ശരീരം ദ്രവത്വം കാണത്തില്ലെന്ന് അവൻ പ്രവചനാത്മാവിൽ ഒരുവനെ കുറിച്ച് പ്രവചിച്ചെഴുതിയിരുന്നെന്ന്. ഹല്ലേലൂയ. അതാരാ? വായിച്ചേ. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി അവൻ പ്രസ്താവിച്ചു. അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. ആ ഭാഗങ്ങളൊക്കെ നാം ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. ദാവീദിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ടവനായിരുന്നു. ദാവീദ് തന്നെ പ്രവചിച്ചു, എന്റെ ഫലത്തിൽ നിന്നും ഒരുവൻ വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും മരിച്ചതുപോലെ അവൻ മരിക്കുകയില്ല. അവന്റെ ജഡം ദ്രവത്വം കാണുകയില്ല. അവൻ പാതാളത്തിൽ പോകയില്ല. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കും. എന്റെ സിംഹാസനത്തിന് കോട്ടം സംഭവിക്കത്തില്ല. എന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും.
നടന്നവനാണ്. ഹല്ലേലൂയ. എന്നാൽ അവന്റെ വംശപാരമ്പര്യത്തിൽ ഒരുവൻ ഹല്ലേലൂയ മരണം കാണാതെ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതി അടിമകളായിരുന്നവരെ വിടുവിക്കേണ്ടതിന് അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അവന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ദാവീദ് മരിച്ചു, അടക്കപ്പെട്ടു, അല്ലേ? പല തലമുറകളുണ്ടായി. പക്ഷെ ഇപ്പോഴും ദാവീദിന്റെ സിംഹാസനം സ്ഥിരമായിരിക്കുന്നു. യേശുവിൽ കൂടെ ദാവീദിന്റെ സിംഹാസനം സ്ഥിരമായിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിച്ചാണ് നമ്മൾ കർത്തൃമേശ സമയത്തൊക്കെ വായിക്കുന്ന ഒരു ഭാഗമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം, അതിന്റെ 2-ാമത്തെ വാക്യം. അവൻ ഇളയ തൈ പോലെയും, അപ്പൊ ശ്രദ്ധിക്കുക, അവൻ ഇളയ തൈ പോലെയും, അല്ലെ? വംശപാരമ്പര്യമൊക്കെ പറഞ്ഞിട്ട് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കാൻ പറയുകയാണ് അവൻ ഇളയ തൈ പോലെയും. ഞാൻ ഇപ്പൊ ചിന്തിക്കുകയായിരുന്നു, ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, അല്ലെ? ഒരു ജനം അപ്രതീക്ഷിതമായി ഒരു രാത്രി കിടന്നുറങ്ങിയതാ, അല്ലെ? എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് നാളെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ ആഗ്രഹിച്ചവരുണ്ട്, അല്ലെ? കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ ആഗ്രഹിച്ചവരുണ്ട്. പല ചിന്തകളിൽ കിടന്ന് പ്രാർത്ഥിക്കാതെയും പ്രാർത്ഥിച്ചും ഒക്കെ കിടന്നുറങ്ങിയവരാണ്. ഒറ്റ രാത്രി കൊണ്ട് സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു, അല്ലേ? കുഞ്ഞുങ്ങൾക്ക് അപ്പനും അമ്മയും ഇല്ലാതായി, അപ്പനും അമ്മയും ഉള്ളവർക്ക് കുഞ്ഞുങ്ങളില്ലാതായി, അനേകർ ഭൂമിയുടെ അടിയിലായി പോയി, അല്ലേ? ഇപ്പോഴും 280 പേരിൽ ആൾക്കാരെ കണ്ടുകിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? പലരും പ്രതിസന്ധിയിലായി, അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു, നന്മകൾ നഷ്ടപ്പെട്ടു, അല്ലേ? നിമിഷ നേരം കൊണ്ടാണ് സംഭവിച്ചത്. എല്ലാം ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഒരു സ്കൂള്, അല്ലേ? അമ്പലം, പള്ളി എല്ലാം ഉണ്ടായിരുന്ന സ്ഥലം ഒലിച്ച് ഒരു നിമിഷം കൊണ്ട് പോകുവാനായിട്ടിടയായി. അപ്പോൾ എല്ലാം തകരുവാൻ എത്ര നേരം മതി? ഒരു നിമിഷം മതി. എന്തെല്ലാം ഉണ്ടായാലും എത്ര ഉയരത്തിലാണ് നമ്മളെങ്കിലും നമുക്കൊരു നിമിഷം കൊണ്ട് തകർന്നു പോകുവാൻ ദൈവം അനുവദിച്ചാൽ കഴിയും, അല്ലേ? ദാവീദിനെ ഒന്ന് പഠിച്ചു നോക്കിയേ. ദാവീദ് ഇടയച്ചക്കനായിരുന്നു, ഇടയ ബാലനായിരുന്നു, അല്ലേ? അവൻ കർത്താവിലേക്ക് വന്നു, കർത്താവിനെ ധ്യാനിച്ചും കർത്താവിന് വേണ്ടി പാടിയും കാട്ടിലായിരുന്നു, വിശ്വസ്തയോടെ ആയിരുന്നു. ദൈവം അവനെ എന്ത് ചെയ്തു? പെട്ടെന്ന് ഉയർത്തി. ഏലാ താഴ്വരയിൽ കൊണ്ടുവന്ന് ഗോലിയാത്തിനെ തകർത്ത് കളഞ്ഞ് അവന്റെ കയ്യിലിരിക്കുന്ന വാള് കൊണ്ട് തന്നെ, സ്വന്തം കയ്യിൽ വാളില്ലാതിരുന്നിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന വാള് കൊണ്ട് തന്നെ ഏലാ താഴ്വരയിൽ വെച്ച് ഗോലിയാത്തിന്റെ തല ദാവീദ് അറുത്തു, അല്ലേ? സഹോദരിമാർ പാടി, ദാവീദ് എത്ര പേരെ കൊന്നു? 10,000 കൊന്നു. ശൗലോ 1000 കൊന്നു. അവന്റെ സ്ഥിതി പെട്ടെന്ന് മാറി. അവന്റെ മേലെ അഭിഷേകം വെളിപ്പെട്ടു. ശമൂവേൽ അവനെ കണ്ടു, അല്ലേ? ഹല്ലേലൂയ. ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ നീക്കിയിരിക്കുന്നു. ശൗൽ 40 വർഷത്തോളം ഭരിച്ചെന്ന് എഴുതിയിരിക്കുന്നു. ഈ 40 വർഷത്തിൽ ചില ഭാഗങ്ങളിൽ അവൻ 2 വർഷം ഭരിച്ചെന്ന് എഴുതിയിരിക്കുക. 2 വർഷം പൊരുത്തപ്പെടാതെ അവൻ 2 വർഷം ഭരിച്ചെന്നും 40 സംവത്സരം ഭരിച്ചെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവ് പറയുന്ന അർത്ഥം ഇതാണ്: അവൻ 2 വർഷമേ പരിശുദ്ധാത്മ നിറവിൽ ഭരിച്ചുള്ളൂ. ബാക്കി 38 സംവത്സരം അവൻ സ്ഥാനത്തുണ്ടായിരുന്നു, പക്ഷെ ദൈവം അവനെ മൈൻഡ് ചെയ്തില്ല. അതായത് അവൻ രാജസ്ഥാനത്തിരുന്നു, പക്ഷെ ദൈവം അവനെ രാജാവായി കണ്ടില്ല. പക്ഷേ ദൈവം ആ സമയത്ത് ഈ കാട്ടിക്കിടക്കുന്ന ചെറിയ പൈതലിനെ 38 സംവത്സരമായി ദൈവം രാജാവായി കണ്ടുകൊണ്ടിരിക്കുക. സ്ഥാനമാനങ്ങളില്ല, അല്ലെ? പട്ടാളമില്ല, അല്ലെ? പടച്ചട്ടയില്ല. പക്ഷെ ദൈവം അവനെ കാണുന്നത് ഇസ്രായേലിന്റെ രാജാവായിട്ടാണ്. സിംഹാസനത്തെ ആരായിരിക്കുന്നേ? 40 വർഷമായി. കാരണം ഈ 2 വർഷത്തെ കാലയളവ് പറയാൻ കാരണം 2 വർഷം പരിശുദ്ധാത്മ നിറവിൽ നടന്നവനായി ശൗല്. പിന്നാണ് ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. 40 സംവത്സരം ഭരിച്ചെങ്കിൽ 38 സംവത്സരം രാജസിംഹാസനത്തിൽ അല്ലായിരുന്നെങ്കിലും ആരോടുകൂടെ ആയിരുന്നു കർത്താവ്? ദാവീദിന്റെ കൂടെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദാവീദ് ഒന്നുമില്ലാത്തടത്ത് നിന്ന് അഭിഷേകം പ്രാപിച്ച് രാജസ്ഥാനത്ത് വന്നല്ലേ രാജാവായി, എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി, എല്ലാ സമ്പത്ത് നിറവോടുകൂടിയ. ശലോമോന്റെ യാഗത്തിന് 20,000 കാളകൾ ഉണ്ടായിരുന്നു. അത്ര വലിയ യാഗം ആര് കഴിക്കുമായിരുന്നു? ശലോമോൻ കഴിക്കുമായിരുന്നു. അത്ര അവന്റെ തലമുറകളെല്ലാം അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു. ദാവീദും അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് നാം പഠിക്കുമ്പോൾ ദാവീദിന്റെ സന്തതി പരമ്പരകളെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ അവർ ദാരിദ്ര്യത്തിലായി പോയെന്ന് കാണാൻ കഴിയുന്നു. ദാവീദിന്റെ തുടക്കം നമുക്കറിയാം. അത് ആ ഭാഗത്തേക്ക് പോകാൻ ഒന്ന് എടുത്തു. 1 ശമൂവേൽ 22 സമയം പോയി കഴിഞ്ഞു. 1 ശമൂവേൽ 22 1-2 വേഗത്തിൽ
1 ശതമാനം 22-ന്റെ മലനാട്ടിലെ രമാഥിയും സോഫി എൽക്കാന എന്ന പേരുള്ള ഒരു അല്ലല്ലോ 1 ശതമാനം 22-ന്റെ 1-2 വായിക്കുന്നത് ആണോ? 2 ശതമാനം കാണാം. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ല ഗുഹയിലേക്ക് ഓടിപ്പോയി. Okay. അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃപ്പാനും ഒക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടതയില്ലാത്തവർ, ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാർ ഒക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ അവർക്ക് രാജാവായി, അവൻ തലവനായി. ആർക്ക് രാജാവായി? കടമുള്ളവർക്കും സന്തുഷ്ടിയില്ല. ഇങ്ങനായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം, അല്ലേ? എന്നാൽ പിന്നീട് അദ്ദേഹം വലിയ രാജാവായിട്ട് മാറി. എന്നാൽ ദാവീദിന്റെ സന്തതി പരമ്പരകൾ പിന്നത്തേതിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടായിരിക്കാം, അല്ലായിരിക്കാം, അവർ പതിയെ ദാരിദ്ര്യത്തിലേക്കായി പോകുന്നുണ്ട്. ദാവീദിന്റെ സന്തതി പരമ്പരയായി ജനിച്ച യേശു കർത്താവിന്റെ മാതാപിതാക്കൾക്ക് ഒരാട്ടിൻകുട്ടിയെ യാഗം കഴിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. ഒന്ന് നോക്കി എത്ര ദാരിദ്ര്യത്തിലേക്ക് അവിടെ പോയി. 20,000-30,000 കാളകളെ അറുത്ത് യാഗം കഴിച്ച ശലോമോന്റെ അവസ്ഥയിൽ നിന്ന് ആ വംശപാരമ്പര്യം ഇങ്ങോട്ട് വന്നപ്പോൾ കർത്താവിന്റെ തലമുറയിൽ യേശു കർത്താവ് ജനിക്കുന്ന സമയത്ത് ഈ മാതാപിതാക്കൾക്ക് യാഗം കഴിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങാനുള്ള പൈസ ഇല്ലായിരുന്നു. അത്ര ദാരിദ്ര്യത്തിലേക്ക് പോയി. അപ്പോൾ നോക്കി, ഒരാളെ ഏറ്റവും വലിയ സ്ഥാനത്ത് നിന്ന് ഏറ്റവും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. എന്നാൽ ഒന്നുമില്ലാത്ത ഇടയച്ചക്കനെ ഏറ്റവും വലിയ രാജാവാക്കി. ഒരു വംശത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഒന്നുമില്ലാതിരുന്ന ഒരു ബാലകനെ, ഒരു ഇടയച്ചക്കനെ എല്ലാമുള്ള ഒരു രാജാവാക്കി കർത്താവ് മാറ്റി. എന്നാൽ ആ രാജാവിന്റെ വംശപാരമ്പര്യം താഴേക്ക് വരുമ്പോൾ ആ രാജവംശത്തിൽ പിറന്ന, യഹൂദാ ഗോത്രത്തിൽ പിറന്ന യേശു കർത്താവിന്റെ മാതാപിതാക്കൾ ഒരു പ്രാവിനെയാണ് യാഗം കഴിക്കുന്നത്. അവർക്കൊരു കുറുപ്രാവിനെ യാഗം കഴിക്കാനുള്ള സമ്പത്തെ അവർക്കുണ്ടായിരുന്നു. ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങാനുള്ള പണം അവരുടെ ഇല്ലായിരുന്നു. അത്ര ദാരിദ്ര്യത്തിലേക്ക് ആ കുടുംബം പോകാനിടയായി മനസ്സിലാക്കാൻ കഴിയുന്നു, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒന്നുമില്ലാത്തടത്ത് നിന്ന് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് നമ്മൾ ഉയർത്താനും ഉയർന്ന തലത്തിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് നമ്മളെ താഴ്ത്തിക്കളയാനും സർവശക്തനായ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നാം വായിച്ച ആ വേദഭാഗം ഒന്നും തീർക്കാം. ഇളയ തൈ പോലെ. അപ്പോൾ ഇളയ തൈ എന്ന് അവിടെ മെൻഷൻ ചെയ്യാൻ യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുവാൻ കാരണം എന്താണെന്ന് അറിയാമോ? അവൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ജനിച്ചത്, അല്ലേ? വഴിയരികിൽ കർത്താവ് എവിടെയാണ് ജനിച്ചത്? എവിടെയാണ്? പുൽത്തൊട്ടിൽ. വഴിയരികിൽ സ്ഥലമില്ലാകിയാൽ പുൽത്തൊട്ടിയിൽ കിടത്തി. പുൽത്തൊട്ടിയിലല്ല കർത്താവ് സത്യത്തിൽ ജനിച്ചത്. പുൽത്തൊട്ടിയിൽ ജനിച്ചെന്ന് എഴുതിയിട്ടില്ല. വഴിയരികിൽ സ്ഥലമില്ലാകിയാൽ പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ വഴിയമ്പലത്തിൽ ഇടം കിട്ടിയില്ല. വഴിയമ്പലത്തിൽ ഇടം കിട്ടാത്തതിനാൽ പുൽത്തൊട്ടിയിൽ കിടത്തി എന്നാണ് എഴുതിയിരിക്കുന്ന കർത്താവിനെ കുറിച്ച്. അപ്പം അത്ര ദാരിദ്ര്യത്തിലേക്ക് ആ കുടുംബം പോയി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇളയ തൈ പോലെയാണ് അവൻ ജനിച്ചത്. എല്ലാം ഉണ്ടായിരുന്ന ഒരുവനായിട്ടല്ല അവൻ ജനിച്ചത്. ഒരു ഇളയ തൈ പോലെയും ആ വാക്യം വായിച്ചു നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വരണ്ട നിലമായിരുന്നു അവന്റെ കുടുംബത്തിന്റെ അവസ്ഥ, അല്ലേ? വരണ്ട നിലത്തിൽ നിന്ന് ഒരു വേർ പൊട്ടി മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ, സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ അവൻ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. മതി. പിന്നീട് കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള ഭാഗങ്ങളാണ് യെശയ്യാ പ്രവചിക്കുന്നത്. ഇങ്ങനെ ആദ്യ ഭാഗങ്ങളിൽ ഇളയ തൈന്നും വരണ്ട നിലത്തെ വേരെന്നും പ്രവാചകൻ യേശു കർത്താവിനെ കുറിച്ച് വിളിക്കുവാൻ കാരണം എല്ലാമുള്ള ഒരു വംശപാരമ്പര്യത്തിൽ നിന്ന് താൻ ജനിച്ചെങ്കിലും ഒന്നുമില്ലാത്തവനെ പോലെ ഒരു ദരിദ്ര കുടുംബത്തിൽ എഫ്രയീം നാട്ടിൽ മറിയുടെ മകനായി ജനിക്കുവാനായി കർത്താവിന് ഇടവന്നു. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് വേണ്ടി കർത്താവ് എന്തുകൊണ്ടാണ് കഷ്ടം സഹിച്ചത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രൻ ശക്തിയോടെ നിർണയിക്കപ്പെട്ട ഹല്ലേലൂയ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നമുക്ക് നൽകേണ്ടതിനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാം. സമയം പോയല്ലോ, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചെറിയൊരു ചിന്തയായിരുന്നു എനിക്കറിയാം. ഹല്ലേലൂയ. കേട്ടപ്പോൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദാവീദിന്റെ വംശത്തിൽ പിറന്നവൻ, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ വംശത്തിൽ പിറന്നവൻ. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് സംബന്ധിച്ച്, ഹല്ലേലൂയ, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച്
കല്ലറയെ തകർത്ത് ഹല്ലേലൂയ ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ആ ദാവീദിന്റെ രാജത്വം എന്നേക്കും സ്ഥിരമായിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിച്ച ദൈവത്തിന്റെ അഭിഷിക്തനാകുന്നു യേശു കർത്താവ്. ഇന്ന് രാത്രി ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ സന്തതിയെക്കുറിച്ചും സ്ത്രീയുടെ സന്തതിയെക്കുറിച്ചും ഒക്കെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മെ ഹല്ലേലൂയ ഉയർത്തുവാനും താഴ്ത്തുവാനും കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും ദൈവത്തിന് നിമിഷ നേരങ്ങൾ മതി. ഹല്ലേലൂയ. ഒന്നുമില്ലാത്തവനായി നമ്മെ ആക്കുവാനും കർത്താവിന്റെ നിമിഷ നേരങ്ങൾ മതി. കർത്താവിന്റെ ഹല്ലേലൂയ ആ സ്വാതന്ത്ര്യത്തിലേക്ക്